ഹായ് ഓൾ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ സെയിൽ ചെയ്യുന്ന സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു അടിപൊളി സ്നിക്കേഴ്സ് കേക്കിൻ്റെ റെസിപ്പി കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. വീണ്ടും ഇതുപോലെ നല്ല കേക്കിൻ്റെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് മൈദ, പിന്നെ അതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് 4 മുട്ടയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലപോലെ ബീറ്റായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ച് വെച്ചിരുന്നു. ആ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് മുട്ടയും പഞ്ചസാരയും കൂടി നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരുപാട് നേരമൊന്നും ബീറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ബീറ്റർ മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബാറ്ററി ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത്. നിങ്ങൾ ഗ്യാസ് സ്റ്റോപ്പിൽ വേണമെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിൽ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ് കൊണ്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇപ്പോൾ ദേ നമ്മുടെ സ്പഞ്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പഞ്ചാണ് കിട്ടിയത്. ഇനി നമുക്ക് കേക്കിലേക്ക് ആവശ്യമായ കാരമൽ സോസ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചിട്ട് ഞാനതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് മെൽറ്റായിട്ട് കളറ് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഷുഗർ ഇങ്ങനെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ വെച്ചിട്ട്. നമ്മുടെ ഷുഗറൊക്കെ കംപ്ലീറ്റ് മെൽറ്റായി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇപ്പം നമ്മുടെ ഷുഗർ ഇങ്ങനെ മെൽറ്റായി തുടങ്ങുന്നുണ്ട്, കളറും ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ തീയിൽ വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ പെട്ടെന്ന് കളർ മാറിയിട്ട് അതൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ ദേ നമ്മുടെ ഷുഗറൊക്കെ മെൽറ്റായിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ കംപ്ലീറ്റ് മിക്സ് ആയി കഴിഞ്ഞാൽ അതിൽ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വിപ്പിംഗ് ക്രീം ഒഴിക്കുമ്പോൾ നമ്മുടെ കാരമൽ ഇങ്ങനെ കട്ട പിടിച്ചതുപോലെ ആവും. ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അതിങ്ങനെ ജസ്റ്റ് ഇളക്കി കൊടുക്കുമ്പോൾ അത് മെൽറ്റാവും. വിപ്പിംഗ് ക്രീമും അതിൽ നല്ലപോലെ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂട് പോകാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് പീനട്ട് ബട്ടറും 2 ടേബിൾ സ്പൂൺ ഗനാഷും കൂടി ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ പീനട്ട് ബട്ടർ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഇപ്പം ഞാൻ ബേസിൽ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് ലെയർ വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കാരമൽ സോസ്, പിന്നെ കുറച്ച് ഗണാഷ് ചോക്ലേറ്റ് ഗണാഷും കൂടി കൊടുത്തിട്ട്
ഒന്ന് ഫില്ലിങ് കൊടുക്കാം. പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച കുറച്ച് പീനട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്നിക്കേഴ്സ് കേക്കിൻ്റെ ഫില്ലിങ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സെക്കൻഡ് ലെയറും ചെയ്തെടുക്കാം. ഇനി നമ്മുടെ തേർഡ് ലെയർ വെച്ചിട്ട് അതും ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് ടൈം ഫ്രിഡ്ജിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഞാൻ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് അതൊന്ന് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഇനി കേക്കിൻ്റെ ഐസിങ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിലേക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യുകയാണ്, അതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഓർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നിക്കേഴ്സിൻ്റെ പീസസോ അല്ലെങ്കിൽ സ്നിക്കേഴ്സ് ഫുള്ളായിട്ടൊക്കെ മുകളിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാൻ കാരമലും ഗണാഷും കൂടി ഡ്രിപ്പ് ചെയ്തിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി കേക്കായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം ഞാൻ സ്നിക്കേഴ്സ് കേക്ക് സെയിൽ ചെയ്യുന്നത് പെർ kg 850 രൂപക്കാണ്. ചിലവർ 800 to 1000 റുപ്പീസ് വരെയാണ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.